ഗൗരി, നിനക്കെന്താണ് ചെവി കേക്കില്ലേ? വാതിൽ തുറക്കാൻ. എടി ഗൗരി, വാതിൽ തുറക്കാൻ. ഗൗരി, ഗൗരി എഴുന്നേക്കാൻ. വാതിൽ തുറക്കടി. എടി വാതിൽ തുറക്കാൻ. എടി തുറക്കാൻ. വാതിൽ തുറക്കടി. ആമയെ എത്രയായിട്ട് അവിടെ കിടന്നു. തുറക്കടി വാതില്. എന്താമ്മേ? നേരെ ഉച്ചയായില്ലടി. നിനക്ക് പള്ളി കൊണ്ടുവരാൻ നേരായില്ലേ? സമയാസമയങ്ങൾ തമ്പുരാട്ടിക്ക് വെച്ചോൾമാനെ. ഇവിടെ വേലക്കാരൊന്നും ഇല്ല. മാനം മര്യാദയായിട്ട് വീട്ടിൽ ജനിച്ച പെണ്ണുങ്ങളെ സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് മുറ്റടിച്ച് കുളിച്ച് അടുക്കളയിൽ കയറും. അതെങ്ങനെയാ? അതുപോലെ ചെയ്യുന്നൊന്നും ഇവളുടെ കുടുംബത്തിൽ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുന്നത് അമ്മ കണ്ടിട്ടില്ലേ? ഇന്നലെ രാത്രി മുഴുവൻ തലവേദനയായിട്ട് ഉറങ്ങിയിട്ടില്ല. പുലർച്ചെ ആയപ്പോഴാ ഒന്ന് മയങ്ങിയത്. പതിവ് പോലെ എഴുന്നേക്കാൻ പറ്റിയില്ല. ഇതൊക്കെ രാവിലെ എഴുന്നേറ്റ് പണിയെടുക്കാതിരിക്കാൻ എല്ലാവരും പറയുന്ന കള്ളത്തിനടി. നീ എന്നോട് ഇതൊന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കണ്ട. കാലത്ത് എഴുന്നേറ്റ് ഇത്തിരി ചൂടുവെള്ളം കുടിച്ച് പണിക്ക് പോവാന്ന് വെച്ചാ വിധിയില്ലല്ലോ എന്റെ ഭഗവാനെ. ആ ഉറുമിക്കൊച്ചി ഇവിടെ ഉള്ളപ്പോ അടുക്കള കാര്യങ്ങളൊക്കെ നല്ല കൃത്യായിരുന്നു. എന്താടി നിന്റെ നാവിറങ്ങി പോയോ? ഞാൻ രാവിലെ ചായ കൊണ്ടു തന്ന അമ്മ കുടിക്കാറുണ്ടോ? ഇല്ലല്ലോ. എന്റെ കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടൂല്ല. പിന്നെ എന്തിനാ ഞാൻ രാവിലെ ഇത്ര നേരത്തെ എഴുന്നേറ്റ് അടുക്കള കയറുന്നേ? ഉമ്മേ, നീ എപ്പോഴാ എഴുന്നേറ്റത്? അത് നീ എന്തിനാടി അറിയണത്? ഇവളിവിടെ ഉണ്ടായിരുന്നല്ലോ. ചായ ഉണ്ടാക്കാനും അറിയാം. ഒരു ചായ ആയിട്ട് അമ്മയ്ക്ക് തന്ന ഇവളുടെ കൈ പൊള്ളൂ. നീ എന്നെ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞൊന്നും പഠിപ്പിക്കണ്ട. അവള് പഠിക്കണ വച്ചാ രാവിലെ എഴുന്നേറ്റേ അടുക്കള കയറി നിനക്കൊക്കെ വെച്ചു ഒളിമ്പി തരാനൊന്നും പറ്റില്ല. കെട്ടിക്കൊണ്ടുവന്ന വീട്ടിലെ എങ്ങനെ നിൽക്കണമെന്ന് നീ ആദ്യം പഠിക്കണീ. ഒന്ന് നിർത്തുന്നുണ്ടോ? രാവിലെ തുടങ്ങിയല്ലോ. നിങ്ങളുടെ ഈ സുഭാഷിതം കേട്ടിട്ട് വേണോ ഒരു ദിവസം തുടങ്ങാൻ? അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? ഒരു ചായ ഇടണം. ഞാനിട്ടേരാ. വാമേ. അയ്യോ, എനിക്ക് വേണ്ടേ. എന്താ? ഞാൻ ചായ ഉണ്ടാക്കി തന്ന അമ്മ കുടിക്കൂലേ? ഒരു 2 മിനിറ്റ് ഇപ്പൊ ശരിയാക്കി തരാം. വേണ്ട, എനിക്ക് ചായ വേണ്ട, ഒരു കുന്തം വേണ്ട. എന്റെ വയറ് കേടായില്ലേ ഞാൻ തന്നെ അനുഭവിക്കണല്ലോ. അവന്റെ ഒരു ചായ. എടിക്കുരിപ്പേ, നീ രാവിലെ തന്നെ പണി തുടങ്ങിയല്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നൽകിയാണോ? അയ്യോ വേണ്ടേ. പെറ്റ് തള്ളയ്ക്ക് സഹിക്കാൻ പറ്റാത്തത് എനിക്ക് തന്ന് പരീക്ഷിക്കണ്ട. മോൻ പോയി പല്ല് തേച്ചേ, ചായ ഞാൻ ഉണ്ടാക്കി തരാം. അങ്ങനെ വഴിക്കുവാ. പോയി പല്ല് തേക്ക്. പെട്ടെന്ന് ചായ ഇടറി. ആ ഭദ്രകാളി ഇപ്പൊ ചായ ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വരും. ചായ ആയിട്ടില്ലെന്നങ്ങ പറഞ്ഞാലേ വായിലിരിക്കുന്ന മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും. ചായ വെച്ചതല്ലേ ഉള്ളൂ, അതും തിളക്കണ്ടേ? നിനക്കിപ്പോ അവളെ നല്ല പേടിയല്ലേ? എനിക്ക് അവളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പ്രഭക്കുഞ്ഞുള്ള കാലം വരെ ആരും എന്റെ തലേ കയറാൻ വരില്ല. വരാൻ ഞാൻ സമ്മതിക്കൂല. പിന്നെ നീ കുറയ്ക്കുന്ന എന്തിനാ? അവള് വരുമ്പോ പണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെ അങ്ങ് പെരുമാറണം. സാറിന്റെ കാര്യം നോക്കാൻ വന്നെന്ന് വെച്ച് അവക്ക് കൊമ്പൊന്നും മുളച്ചിട്ടില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അഥവാ മുളച്ചാലേ ആ കൊമ്പ് ഞാൻ ഒടിക്കും. ആ ഭാർഗവിയുടെ ആ കളി. ഏത് കൊമ്പൊടിക്കുന്ന കാര്യ? അത് മോളെ പറഞ്ഞോ. വീട്ടിലൊരു മാവേ പുരയ്ക്ക് മുകളിലോട്ട് ചാഞ്ഞു നിപ്പുണ്ട്. അത് ഒടിഞ്ഞു വീഴുന്നതിന് മുമ്പ് ഒടിച്ചു കളയണമെന്ന് പറഞ്ഞതാ. കൊമ്പൊടിക്കാനുള്ള ബലമൊക്കെ ഉണ്ടോ? ഇവളത് കേട്ടോ? ഒടിക്കണ്ട. അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് വെട്ടിച്ച് കളഞ്ഞാ മതി. ഓടിക്കാൻ നിന്നാ ചിലപ്പോ അതിനിറങ്ങുന്നവരുടെ എല്ലാം ഒടിയും. വെറുതെ പരിക്ക് പറ്റിക്കണ്ട. അതെ, അതാ നല്ലത്. ചായ റെഡിയായില്ലേ? റെഡിയായി, ഫ്ലാസ്കിലുണ്ട്. ഞാനിത് അങ്ങോട്ട് കൊണ്ടുവരാ.
മോളെന്തിനാ അതിനു വേണ്ടി ഇങ്ങോട്ട് വന്നത്? കാര്യങ്ങൾ സമയത്തിന് കിട്ടണമെന്നേ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. കാണാത്തോണ്ടാ ഞാൻ ഇറങ്ങി വന്നത്. ഇനി അങ്ങനെ ഉണ്ടാവില്ല. നടന്നു, ഞാനിപ്പോ കൊണ്ടുവരാം.